ഗൈസ് ഞങ്ങളിപ്പോൾ പുട്ടും കടലക്കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പുട്ടും കടലക്കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ? ആദ്യം പുട്ട്, പിന്നെ കടലക്കറി. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് റിക്വയർഡ് എന്ന് പറയുന്നത് ടൊമാറ്റോ, പിന്നെ ഇഞ്ചി, ചെറിയ ഉള്ളി, ഇതാണ് ചെറിയ ഉള്ളി, ഇത് വലിയ ഉള്ളി, സവാള, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഇത് വേണം മല്ലിയില ആവശ്യമുള്ളവർക്ക്. അപ്പോൾ ഇത്രയും സാധനമാണ് വേണ്ടത്. എത്ര കടല എടുത്തിട്ടുണ്ട്? കടല 1.5 കപ്പ്. ഒരു 1.5 കപ്പ് കടല, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത്. 2 സവോള, ഒരു 7-8 കൊച്ചുള്ളി, പിന്നെ ഒരു 1.5 ഇഞ്ച് ഇഞ്ചി. 1.5 ഇഞ്ച് ഇഞ്ചി. അപ്പോൾ 2 സവാള, ഒരു 8 വെളുത്തുള്ളി, അല്ല 8 ചെറിയ ഉള്ളി, 3-4 ഇല്ലി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് 3 എണ്ണം അല്ലേ? അതെ, പച്ചമുളക് 3 എണ്ണം, തക്കാളി 3 എണ്ണം എടുത്തോട്ടെ. തക്കാളി 3 എണ്ണം. അപ്പം എത്രയാണ് പച്ചക്കറി വേണ്ടത്? പിന്നെ മല്ലിയില ആവശ്യമുള്ള മാത്രം മല്ലിയില. ഓക്കെ. ആ, കടല നമ്മൾ എന്തൊക്കെ ഇട്ടിട്ടാണ് വെള്ളത്തിലെടുക്കുന്നത്? തിളപ്പിക്കാൻ ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം. ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് കടല കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലെയിം അല്ല, ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും ബാക്കി 2 വിസില് ലോ ഫ്ലെയിമിലും. പുട്ടുതാ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അത് ആവി വന്നു തുടങ്ങി. ഞങ്ങൾ 2.5 കുറ്റി പുട്ടിനുള്ള പൊടി നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കുറ്റി പുട്ട് കയറ്റാനായി. അപ്പോൾ ഞങ്ങള് 3 മുട്ട ബോയിൽഡ് എഗ്ഗും ആവശ്യമായിട്ടെന്ന് വിചാരിച്ചു. ഓക്കെ. പുട്ടിന് പൊടി കുഴയ്ക്കുമ്പോഴുള്ള ടിപ്പ്: എത്ര പൊടി ഇടുന്നോ അത്രയും വെള്ളം ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് പുതർന്നതിന് ശേഷം മിക്സ് ആക്കിയാൽ മതി. അപ്പം തന്നെ ഉപ്പ് ഇടണം. ഗൈസ്, അങ്ങനെ ഒരു കുറ്റി പുട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 വിസിൽ വന്നിട്ടാണല്ലേ? 3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അങ്ങനെ വെക്കണ്ടേ? അങ്ങനെ വെക്കണം. അങ്ങനെ വെക്കണം. നമ്മൾ പാൻ വെച്ചു. അടുത്തതായി അതിന് വേണ്ടിയിട്ടുള്ള മസാല, അല്ലേ, കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുന്ന പരിപാടിയാണ്. പാൻ വെച്ചു. ഇനി പാൻ ചൂടാവണം, എണ്ണ ഒഴിക്കണം. ഗൈസ്, അടുത്ത പുട്ടിന്റെ കുറ്റിയുടെ ആദ്യം വന്നിട്ടുണ്ട്. എന്താണ് ഗൈസ്, നമ്മള് രണ്ടാമത്തെ എന്താ വരാത്തത്? എത്തിയിരിക്കുന്നു. ആവി പറക്കുന്ന കൂട്ടാൻ. ഗൈസ്, അപ്പൊ പാൻ ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മള് വെള്ളം അല്ല വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകും. ഇത് ഏതാണ്ട് നമ്മള് ഒരു കണക്കിനങ്ങ് ഒഴിക്കാനെ. ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ കടുക് ഇടണം. എണ്ണ ഒരുവിധം നല്ല ചൂടായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ കടുകിടണം. കടുക് നമ്മളൊരു കുറച്ച് ഒരു സ്പൂൺ കണക്കിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ. നമ്മൾ കടുകൊക്കെ കടുക് പൊട്ടണം. പൊട്ടാത്ത കടുകാണോ? പൊട്ടട്ടെ. ഗൈസ്, കടുക് പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ശരിക്കും എണ്ണ ചൂടാകുമ്പോഴാണ് കടുകിടേണ്ടത് അല്ലേ? ചൂടായിട്ടുണ്ടായി. നമ്മൾ തീ കുറച്ച് വെച്ചുകൊണ്ട് ഓക്കെ. പൊട്ടി കഴിഞ്ഞതിന് ശേഷം തീ ലേശം കുറച്ച് വെച്ചിട്ട് വറ്റൽമുളക് എത്ര എണ്ണം? ഒരു 2-3 എണ്ണം. 2-3 വറ്റൽമുളക് ഇടാം. കൈ കിട്ടണൊക്കെ ഇടാനെ. ഓക്കെ, നമ്മൾ ഇടാൻ പോവാണ്. ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഒന്നിളക്കാം. തീ കുറച്ച് കഴിഞ്ഞിട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. നമ്മുടെ കയ്യിൽ കറിവേപ്പില ഇല്ലാതെ നമ്മൾ ഇട്ടില്ല. നമ്മള് പച്ചമുളക് 3 എണ്ണം അരിഞ്ഞത്. ഈ സമയത്ത് ശ്രദ്ധിക്കുക, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, പൊട്ടിത്തെറിക്കും ഗൈസ്. ചോപ്പ് ചെയ്തെടുത്തിരിക്കേണ്ട വെളുത്തുള്ളി 4 അല്ലി. 4-5 അല്ലി. ഇഞ്ചി 1.5 ഇഞ്ച് ഇഞ്ചി. ഇതെല്ലാം നമ്മൾ നോക്കിയത്. എൻ്റെ വയറ്റിലൊക്കെ ബബിൾസ് തോന്നുന്നു. ഇല്ല, അങ്ങനെ വരില്ല. നമ്മൾ കഴിക്കുന്നു. ഓക്കെ, ഒന്ന് ഇളക്കി. പിന്നെ ഒരു
ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അടുത്തിടാം. ഓക്കെ, ഇപ്പോൾ പോസ്റ്റ് ചെയ്യണേ. ഗൈസ് ഇവിടെ മുട്ട പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. മുട്ട ചെറുതായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ബ്രൗൺ ആണോ? കുറച്ചുകൂടെ ബ്രൗൺ ആവാം. കുറച്ചുകൂടി ബ്രൗൺ ആവാം. ഇപ്പോൾ പോസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ ഗൈസ്, ഏതാണ്ട് നമുക്ക് ഒരുവിധം ഫ്രൈ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളടുത്ത് ഉള്ളി ഇടാം. ഉള്ളി എന്ന് പറയുന്നത് ഒരു വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും നമ്മൾ ഒരുമിച്ചിടണം. ഇതെന്തിനാണ് ഒരുമിച്ചിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉള്ളി എത്ര എണ്ണം? 2 വലിയ ഉള്ളി, 2 വലിയ ഉള്ളിയും ഒരു 7-8 ചെറിയ ഉള്ളി. ആ, അതായത് എത്ര കപ്പ് കടലിക്ക്? 2 കപ്പ്. അങ്ങനെയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ കിട്ടുന്നതാണ്. അതായത് 3 പേർക്കുള്ള കടലയ്ക്ക് നമ്മൾ 1.5 കപ്പ് കടലയാണ് 1.5 കപ്പ് കടല ഇതിലിടുന്നത്. ഓക്കെ, ഇതിൽ നമ്മളിനി കുറച്ച് ഉപ്പിടുന്നു. ഉപ്പ് കടലയ്ക്കുള്ള ഉപ്പ് അതിലിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരു ലേശം വഴറ്റാൻ വേണ്ടിയിട്ട് മാത്രം. അതായത് ഇതിലേക്കുള്ള ഉപ്പ് ഒരു 3/4 സ്പൂൺ നമ്മൾ ഉപ്പിടുന്നു. ആണെങ്കിൽ കുറച്ചുകൂടെ കിട്ടും. ഓക്കെ, പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അതൊക്കെ ഒരു കണക്കാണ്. അതെ, ഈ കണക്കൊക്കെ നമ്മൾ കണക്കാണ്. നമുക്ക് തീ ലേശം ഒന്ന് കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം. സ്ലോ കുക്കിംഗ്. നമ്മളെപ്പോഴും സ്ലോ കുക്കിംഗ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നത് കേൾക്കാം അല്ലേ? അതെ. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ കരിഞ്ഞു. അല്ലെങ്കിൽ യൂണിഫോമായിട്ട് കുക്കായി വരില്ല. അതായത് പെട്ടെന്ന് ചൂടായിട്ട് അടിഭാഗം മാത്രം കുക്കാവും, അകത്ത് കുക്കാവില്ല. അപ്പോൾ അത് യൂണിഫോമിറ്റി ഉണ്ടാവും. അങ്ങനെ മുട്ട തിളച്ച് കേസ് ഇനി ഒരു 2-3-4 മിനിറ്റ് 4 മിനിറ്റ് തിളയ്ക്കണം, എന്നാലേ മുട്ട ആവുള്ളൂ. ഒരു 5-6 മിനിറ്റ് ആയിക്കോട്ടല്ലേ. കഴിഞ്ഞ പ്രാവശ്യം മുട്ട വെന്തില്ലായിരുന്നു. അതൊരു ഏതാണ്ട് ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും വേണമെങ്കിൽ കുറച്ച് നേരം അടച്ച് വെച്ച് വയ്ക്കാം. ഓക്കെ ഗൈസ്, ഏതാണ്ട് ഈ ഒരു പരുവൊക്കെ ആയി. ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി റെഡിയായി വരുമ്പോഴത്തേക്ക് നമ്മൾ തീ കുറച്ചിട്ട് പൊടികളിടാം. ഓക്കെ, ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഈ ഒരു സൈസിൻ്റെ സ്പൂണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 1/2 സ്പൂണോളം ഇടാം. നമ്മൾ കടലയിൽ ഓൾറെഡി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ഭാഗത്തിലെങ്കിലും കുഴപ്പമില്ല. തീ കുറയ്ക്കുന്നത് പൊടി കരിഞ്ഞാവാതിരിക്കാനാണ്. ദെൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. 1.5 സ്പൂൺ ആവശ്യം എരിയുള്ളത് പോലെ. ഓൾമോസ്റ്റ് ഏതാണ്ട് അതിൻ്റെ ഒരു സെയിം അളവിന് വരുന്ന രീതിയിൽ മല്ലിപ്പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. മല്ലിപ്പൊടിയൊക്കെ മൂത്ത് വന്നാൽ മതി. ഓക്കെ, ദെൻ കുരുമുളക് ഫ്ലേവർ ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നമ്മൾ കുരുമുളകിന് കുഴപ്പമില്ലാത്തത് കൊണ്ട് ക്രഷ്ഡ് കുരുമുളക്. നല്ല എരിവുണ്ടാവും അല്ലേ? അത്യാവശ്യം നല്ല എരിവുണ്ടാവും. നോക്കട്ടെ. ഓക്കെ, ഇനി ഗരം മസാല വരുമ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ചെറിയ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ വരുന്ന അളവിന് ഇട്ടാൽ മതി. നമ്മളിപ്പോൾ മസാലപ്പൊടികൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം. അങ്ങോട്ട് ഇളക്കാം. മസാല ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കാം. ഇളക്കി ഒരു അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ ബിൻസി ഒരു ഇതുണ്ടായില്ലേ, മമ്മൂട്ടി ബെസ്റ്റ് ആക്ടറോ, അതിൽ വിൻസി. ഓക്കെ, ഇനി നമ്മൾ മസാല നന്നായിട്ട് പിടിച്ചിരിക്കുന്നു. മസാല മൂക്കണം. മൂത്ത് വരുമ്പോൾ എന്നിട്ട് നമ്മൾ തക്കാളി ഇടും. തക്കാളി അങ്ങോട്ട് ഇടണം. ടൊമാറ്റോ പെട്ടെന്ന് വേകുന്നതുകൊണ്ട് പിന്നെ ഇടും. അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട വെന്തിരിക്കുന്നു. ഏതാണ്ട് വെന്ത് റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ മുട്ട ഓഫ് ചെയ്യുന്നു. പുട്ടിന് വേണോ? 2 കുട്ടി പേരെ മുട്ട ഉണ്ടല്ലോ, മതി. ഇതിൻ്റെ ഒരു കളർ മാറി ഒരു ഡാർക്ക് ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ന് പ്രതീക്ഷിക്കാം. 10 മിനിറ്റായി.
ഏതാണ്ട് ഈ ഒരു നമ്മൾ ടൊമാറ്റോ ഇടുന്നു. ടൊമാറ്റോ 3 ടൊമാറ്റോ ഇടുന്നുണ്ട്. ഇഷ്ടം പോലെ ടൊമാറ്റോ ഇടും. ഇത്രയും വേണമെന്നില്ല, 2 ഇട്ടാലും മതി. ഫുൾ ടൊമാറ്റോ ആയിട്ടുണ്ട്. ഇനി ടൊമാറ്റോ മസാലയൊക്കെ പിടിച്ച് വേകണം. അതുവരേക്കും നമ്മൾ അടച്ചു വെക്കും വെള്ളം ഒഴിച്ച്. ഇത് ഫുള്ള് ടൊമാറ്റോ ആയുള്ള ഇത് ടൊമാറ്റോ കറി ആയല്ലോ. അല്ല, നമ്മൾ ഈ കടല ഇടണോ? ഇപ്പൊ ഉണ്ടാക്കി വന്നപ്പോ ഇതൊരു തക്കാളി കറി ആയി മാറി. ഈ ഞങ്ങൾ കടല അതിലിടണോ വേണ്ടോന്ന് ആലോചിക്കുന്നത്. ഓക്കെ, സ്റ്റോപ്പ്. വെള്ളം ഒഴിക്കുന്നു ഗൈസ്. വെള്ളം ഒഴിച്ചു. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് തിളക്കണല്ലേ? തിളക്കണം. ഫുള്ള് ടൊമാറ്റോ ആയി. ടൊമാറ്റോ കറി ആയി മാറി ഗൈസ്. ഇത് കടല മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചതാണ്. വെന്തിട്ടില്ലേ? വെന്തിട്ടുണ്ടാവണം. ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കാൻ പോകുന്നത്. പക്ഷെ കൊള്ളും എന്നാണ് നമ്മൾ പറയുന്നത്. ഗൈസ് കടല നമ്മൾ സ്മാഷ് ചെയ്യാൻ പോകുന്നു ഗൈസ്. കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമേ കുറച്ച് കടല സ്മാഷ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കടല സ്മാഷ് എന്നിട്ട് ഇതങ്ങനെ ഒഴിക്കും. നോക്കൂ, സ്മാഷ് ചെയ്ത് നോക്കൂ. എല്ലാം സ്മാഷ് ചെയ്യണ്ട, കുറച്ച് ഒരു പകുതി സ്മാഷ് ചെയ്യാം. ബാക്കി അവിടെ നോക്കാം. ഓക്കെ, കട്ട്. ടൊമാറ്റോ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഏതാണ്ട് ടൊമാറ്റോ കറിയാണ് ഇവിടെ വെച്ച് നിർത്തിയ ടൊമാറ്റോ കറി. ഇത് കടലയിട്ട കടലക്കറി. ഇതാണ് നമ്മുടെ റെസിപ്പി. ടൊമാറ്റോ കറിയും കറിയും കൂടിയുള്ള ഒരു സങ്കര ഇനം കറി. ഇത് ഇങ്ങോട്ട് വെച്ച ടൊമാറ്റോ കറി, ഇങ്ങോട്ട് വെച്ച് കടലക്കറി. അത് നമ്മൾ കടല ആഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മൾ ഫുൾ കടല ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2 ദിവസത്തേക്കുള്ള കറിയാണ് ഗൈസ്. 2 days of കറി. നമ്മളിത് മിക്സ് ചെയ്യണം. വാവ്, കടലക്കറിന്റെ ഇതൊക്കെ മാറിയില്ലേ? അത് അടിപൊളി കടലക്കറി ആയിരിക്കുന്നു. കണ്ടോ? എവിടെ എന്തെങ്കിലും കിട്ടും ഇങ്ങനത്തെ കടലക്കറി? ഇല്ല. കാരണം എന്താ? നിങ്ങൾക്ക് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യൂണീക്ക് ആയിട്ടുള്ള മാപ്പ് ലൊക്കേഷൻ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുക്കാം. വേണ്ട, വണ്ടി പിടിച്ചൊന്നും അടിച്ചിട്ട് ഇനി നമ്മൾ കുറച്ച് നേരം അടച്ചു വെക്കുന്ന കേസ്. അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നാൽ കടലക്കറി റെഡി. ഗൈസ് ഉപ്പ് കൊണ്ടും പോവാണ്. കടലക്കറീൻ്റെ ഷേപ്പൊക്കെ ആക്കി മാറി നല്ലപോലെ. നമ്മളിനി കുറച്ച് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയില്ലെങ്കിൽ ഉപ്പ് ഉണ്ടാവില്ലെന്നാണ് എൻ്റെ നിഗമനം. നോക്കട്ടെ. ഉപ്പുണ്ട്. ഉണ്ടോ? പക്ഷെ കുറവാണ്. വേണമെങ്കിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട് കേസ്. അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ഇടാൻ പോവുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഉപ്പിടേണ്ടത്. ആദ്യം തന്നെ കൊണ്ട് കുറേ ഉപ്പ് ഇടരുത്. ഉപ്പ് ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സ്പെഷ്യൽ സാധനം ആയില്ല. ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ തിളക്കണം. തീ കുറച്ച് വയ്ക്കാം. എല്ലാവരും വാങ്ങി അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഉണ്ടാകും. നമ്മൾ മല്ലിയിലോടിയിട്ട് ഗാർണിഷ് ചെയ്തിരിക്കുന്ന ഗൈസ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടച്ചിക്കാം. മല്ലിയില ഇതിപ്പോൾ നമ്മൾ ഏതാണ്ട് നോർത്ത് ഇന്ത്യൻ മസാല പോലെ ആയിട്ടുണ്ട്. നല്ല തിക്ക് ടൊമാറ്റോ കറി. കടലക്കറി ഏതാണ്ട് 2 പോലെ തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വരാം. ഇനി നമ്മൾ അടച്ചു വയ്ക്കും. ക്ലോസ്.
ഗൈസ് പുട്ട് കടലക്കറി മുട്ട റെഡി ആയിരിക്കുന്നു. ഓ വായു ഉറക്കുന്ന പുട്ട് എരിവുള്ള കടലക്കറി. കറി ഒഴിച്ച് ഗൈസ് എന്താ കളർ പടക്കുന്ന പുട്ട്, തീ വളർത്തി ആവി വാറുന്ന പുട്ടും നല്ല എരിവുള്ള കടലക്കറി. ടേസ്റ്റ് ഇങ്ങനെ കുഴച്ച് 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 എങ്ങനെയുണ്ട്? വാവ് വാവ് സെമ്മ സമിക്കറോ. ആ പറ, ഇത് ടൊമാറ്റോ കറിയാണോ അതോ ടൊമാറ്റോ കറിയാണെന്ന് പറയില്ല, കടല ഇടയ്ക്ക് കടിക്കുന്നുണ്ട്. കടിക്കുന്നുണ്ട്? വെന്തിട്ടില്ലേ? സൂപ്പർ സൂപ്പർ ടേസ്റ്റ്. ഓക്കെ വൈൻഡ് അപ്പ്.